മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെരിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ പറ്റിയിട്ടാണ്. അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആണ്. അതിൽ തന്നെ ഇൻടാൻജിബിൾ അസറ്റ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻടാൻജിബിൾ അസറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഏതൊക്കെയാണ് നമ്മൾ ഇൻടാൻജിബിൾ അസറ്റ്സിൽ കൺസിഡർ ചെയ്യാറുള്ളത്? ഗുഡ് വിൽ, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെയാണ് സാധാരണ ഇൻടാൻജിബിൾ അസറ്റ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഗുഡ് വില്ലിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. The auditor should verify the agreement for the purchase of asset or another existing business and the amount of consideration paid. അപ്പോൾ ഇവിടെ ആദ്യം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് നമ്മൾ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കൺസിഡറേഷൻ കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓഡിറ്റർ എഗ്രിമെന്റ് വെരിഫൈ ചെയ്യണം. അവിടെ ഓഡിറ്റർ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഗുഡ് വിൽ വളരെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. He should check the amount of goodwill amortized till the balance sheet date and ensure that there are sufficient reason for the continuance of balance sheet in the general reputation of the business, amount of turnover and profit earned by the business. അപ്പോൾ ഇവിടെ പറയുന്നത് ഗുഡ് വിൽ അമോർട്ടൈസ് ചെയ്യുക മീൻസ് നമ്മളിങ്ങനെ പല ഘട്ടങ്ങളായിട്ട് കൊടുക്കുന്നതിനെയാണ് അമോർട്ടൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരെ നമ്മൾ ഗുഡ് വിൽ അമോർട്ടൈസ് ചെയ്യുന്നത് ഏത് എമൗണ്ടിലാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ ബാലൻസ് ഷീറ്റിൽ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നതിനുള്ള റീസൺ, ഇതൊക്കെയാണ് ഇവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത്. സംടൈംസ് ഗുഡ് വിൽ ഈസ് ക്രിയേറ്റഡ് ബൈ ഇൻകറിംഗ് വെരി heavy expenditure in introducing a new invention in the market. അപ്പോൾ ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പെൻഡിച്ചർ ഒക്കെ നമുക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്യുക. സോ അതിന് നമ്മൾ ഡെഫേർഡ് ഗുഡ് വിൽ എന്നാണ് പറയുന്നത്. ഡെഫേർഡ് ഗുഡ് വിൽ എന്ന് പറയും. ഓഡിറ്റർ അവിടെ എൻക്വയറി ചെയ്യേണ്ട ഒരു കാര്യം, അത് അങ്ങനെ ചെയ്യുന്നതിനുള്ള റീസൺ എന്താണെന്നുള്ളത് അവിടെ എൻക്വയറി ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് സംടൈംസ് വെൻ ദ കറന്റ് എക്സ്പെൻഡിച്ചർ ഈസ് വെരി ഹൈ, കറന്റ് എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ മാനേജ്മെന്റ് ചില എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്യും. അതായത് ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് ആ ഒരു ഹൈ എക്സ്പെൻഡിച്ചർ കൺസീൽ ചെയ്യാൻ, മറച്ചു വെക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് ഫെയർ ആൻഡ് ഇറ്റ് ഈസ് എ റോങ് മെത്തേഡ്. അങ്ങനെ ചെയ്യാൻ ഒരു ഫെയർ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്നല്ല, തെറ്റായിട്ടുള്ളൊരു പ്രാക്ടീസ് ആണ്. ദ ഓഡിറ്റർ ഷുഡ് എൻഷുർ ദാറ്റ് റെഗുലർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ്. അപ്പോൾ അവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം, റെഗുലർ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഡെഫേർഡ് ഗുഡ് വിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് അത് കാണിക്കുന്നത്. പർച്ചേസ്ഡ് ഗുഡ് വില്ലിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് അത് കാണിക്കാറുള്ളത്. അപ്പോൾ സാധാരണ ഗുഡ് വില്ല് കാണിക്കുന്നത് അതിൻ്റെ കോസ്റ്റ് കാണിക്കും, ലെസ് എനി എമൗണ്ട് റിട്ടേൺ ഓഫ്, എത്ര എമൗണ്ട് ആണ് നമ്മൾ അതിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നത് അതിൽ നിന്ന് ആ കോസ്റ്റിൽ നിന്ന് അത് ലെസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റർ അവിടെ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം, നോ ഇംപ്രോപ്പർ ഐറ്റം ഈസ് ടേക്കൺ ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഗുഡ് വിൽ അക്കൗണ്ടിൽ യാതൊരു ഇംപ്രോപ്പർ ഐറ്റംസും എടുക്കുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഗുഡ് വിൽ ഈസ് നെവർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അറ്റ് എൻ ഇൻഫ്ലേറ്റഡ് വാല്യൂ. ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ ഇൻഫ്ലേറ്റഡ് വാല്യൂവിലല്ല കാണിക്കുന്നത് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇൻടാൻജിബിൾ അസറ്റ്സിലെ ഫസ്റ്റ് ഗുഡ് വില്ലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ കേസ് പറയുമ്പോൾ ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പുതിയൊരു അസറ്റ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ കൊടുക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവിടെ ഓഡിറ്റർ അതിൻ്റെ അഗ്രിമെൻറ്റ് വെരിഫൈ ചെയ്യും. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുഡ് വില്ലൊക്കെ കറക്റ്റായി തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് നോക്കേണ്ടതാണ്. പിന്നെ ചെക്ക് ചെയ്യുന്നത് ഗുഡ് വിൽ അമോർട്ടൈസ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരെ ഗുഡ് വിൽ അമോർട്ടൈസ് ചെയ്തിട്ടുള്ള എമൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള റീസൺ, ഇതൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ചില സമയത്ത് ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് എക്സ്പെൻഡിച്ചർ വരും. അപ്പോൾ അത് അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റലൈസ് ചെയ്യും. സോ ഇതിനെ വിളിക്കുന്നത് ഡെഫേർഡ് ഗുഡ് വിൽ എന്നാണ്. അപ്പോൾ ഓഡിറ്റർ അവിടെ എൻക്വയറി ചെയ്യുന്ന ഒരു റീസൺ, അങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഓഡിറ്റർ അത് എൻക്വയറി ചെയ്യേണ്ടതാണ്. ചില സമയത്ത് കറണ്ട് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ മാനേജ്മെന്റ് അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റലൈസ് ചെയ്യും. അത് ചെയ്യുന്നത് ബൈ ഡെബിറ്റിംഗ് ദ ഗുഡ് വിൽ അക്കൗണ്ട് ആണ്. അങ്ങനെയാണ് നമ്മൾ ഹൈ എക്സ്പെൻഡിച്ചർ കൺസീൽ ചെയ്യുന്നത്. അപ്പോൾ ഡെഫേർഡ് ഗുഡ് വിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ പർച്ചേസ്ഡ് ഗുഡ് വില്ലിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗുഡ് വില്ല് കാണിക്കുന്നത് അതിന്റെ കോസ്റ്റിൽ നിന്നും റിട്ടേൺ ഓഫ് എമൗണ്ട് ലെസ് ചെയ്തിട്ടാണ് കാണിക്കാറുള്ളത്. മാത്രമല്ല അവിടെ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുഡ് വിൽ അക്കൗണ്ടിൽ യാതൊരു ഇംപ്രോപ്പർ ഐറ്റംസും എടുക്കുന്നില്ലല്ലോ എന്നുള്ളതും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കുമ്പോൾ ഇൻഫ്ലേറ്റഡ് വാല്യൂവിലല്ല കാണിക്കുന്നത് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇൻടാൻജിബിൾ അസറ്റ് പാറ്റന്റ്സ് ആണ്. പാറ്റന്റ് എന്ന് പറയുന്നത് ദ ഓഡിറ്റർ ഷുഡ് അസർട്ടൈൻ വെദർ പാറ്റന്റ്സ് ആർ അക്വയർഡ് ബൈ റിസർച്ച് ഓർ ബൈ അക്വിസിഷൻ. അപ്പോൾ അവിടെ പാറ്റന്റ് കിട്ടുന്നത് റിസർച്ചോ അല്ലെങ്കിൽ അക്വയർ ചെയ്തിട്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ വെരിഫൈ ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡിങ് പാറ്റന്റ് അനുവദിച്ചു കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, അത് വെരിഫൈ ചെയ്യണം. മാത്രമല്ല അത് കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഹി ഷുഡ് ചെക്ക് ദ എമൗണ്ട് പെയ്ഡ്. പിന്നെ അവിടെ ചെക്ക് ചെയ്യേണ്ടത് എത്ര എമൗണ്ട് കൊടുത്തു. അതുപോലെ തന്നെ അമോർട്ടൈസേഷൻ ഓഫ് പാറ്റന്റ് അപ് ടു ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഘട്ടഘട്ടമായിട്ട് കൊടുത്തു തീർക്കുക. ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരെ അമോർട്ടൈസേഷൻ കൊടുക്കുന്ന എമൗണ്ട് ആൻഡ് അൺഎക്സ്പയർഡ് പീരീഡ് ഓഫ് ദ പാറ്റന്റ് വിത്ത് റെലവൻറ്റ് ഡോക്യുമെന്റ് ആൻഡ് എൻട്രീസ് ഇൻ ദ ബുക്സ്. ഇനി അൺഎക്സ്പയർഡ് പീരീഡിലേക്കുള്ള പാറ്റന്റ്, അതിന്റെ റെലവൻറ്റ് ഡോക്യുമെന്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള എൻട്രീസും, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഓഡിറ്റർ അവിടെ ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ പാറ്റന്റ് ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ അതിന്റെ റിന്യൂവൽ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിലൂടെ എക്സാമിൻ ചെയ്യേണ്ടതാണ് ലാസ്റ്റ് റിന്യൂവൽ ഫീ പേയ്മെന്റ് സർട്ടിഫിക്കറ്റ്. അവസാനം റിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഫീ പേയ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ പാറ്റന്റ് റിന്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ടാണ്. അപ്പോൾ ഇനീഷ്യൽ ഫീ പെയ്ഡ് ടു പർച്ചേസ് ദ റൈറ്റ് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പാറ്റന്റിന്റെ കൊടുത്ത ഇനീഷ്യൽ പേയ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് ഡെബിറ്റഡ് ടു പാറ്റന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. റിന്യൂവൽ ഫീ ട്രീറ്റ് ചെയ്യുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് ദ നമ്പർ ഓഫ് പാറ്റന്റ്സ് ഈസ് ലാർജ്, ഇനി കൂടുതൽ നമ്പർ ഓഫ് പാറ്റന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ അതിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് പാറ്റന്റ്സും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് ചോദിക്കാറുണ്ട്. ദ പാറ്റന്റ് റൈറ്റ് ലോസ് ദെയർ വാല്യൂ ഡ്യൂ ടു ലാപ്സ് ഓഫ് ടൈം. പാറ്റന്റ് റൈറ്റ് നമുക്കറിയാം സമയം കഴിയും തോറും അതിൻ്റെ ലാപ്സ് ഓഫ് ടൈമിനനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ ഇല്ലാണ്ടാവും. ഒബ്സലസൻസ്, ചേഞ്ച് ഇൻ ടെക്നോളജി, ഇതൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ ഇല്ലാണ്ടാവും. അങ്ങനെയുള്ള അസറ്റ്സ് ഒക്കെ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, റീവാല്യൂ ചെയ്യും. ഓഡിറ്റർ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് വാല്യൂഡ് അറ്റ് എ ഹയർ ഫിഗർ. അവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇതൊന്നും ഹയർ ഫിഗറിലല്ല വാല്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ പാറ്റന്റിന്റെ കേസിൽ പറയുന്നത് the auditor should ascertain whether the patents are acquired by research or by acquisition. പിന്നെ അവിടെ വെരിഫൈ ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് ഗ്രാൻറ്റിംഗ് പാറ്റന്റ് ആണ്. പാറ്റന്റ് അനുവദിച്ചു കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രമല്ല അത് കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. എത്ര എമൗണ്ട് കൊടുത്തു, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഉള്ള അമോർട്ടൈസേഷൻ ഓഫ് പാറ്റന്റ്, അൺഎക്സ്പയർഡ് പീരീഡിലേക്കുള്ള പാറ്റന്റ്, അതിൻ്റെ റെലവൻറ്റ് ഡോക്യുമെന്റ്സ്, അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള എൻട്രീസ്, ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. He should also examine the last renewal fee payment certificate. അതായത് കറക്റ്റ് ടൈമിൽ അത് റിന്യൂവൽ ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്ന പേയ്മെന്റ്, പാറ്റന്റ് റൈറ്റ് പർച്ചേസ് ചെയ്യാൻ ആദ്യം കൊടുക്കുന്ന പേയ്മെന്റിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുകയും അത് പാറ്റന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും.
റിന്യൂവൽ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കൂടുതൽ നമ്പർ ഓഫ് പാറ്റേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് പാറ്റേൺസും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഓഡിറ്റർ ക്ലയന്റിനോട് ചോദിക്കാറുണ്ട്. പാറ്റന്റ് റൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമയം കടന്നു പോകും തോറും അതിന്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ഇല്ലാണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അസറ്റ്സ് ഒക്കെ റീവാല്യൂ ചെയ്യാറുണ്ട്. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ അതൊക്കെ റീവാല്യൂ ചെയ്യും. അവിടെ ഓഡിറ്റർ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം ഹയർ ഫിഗറിലല്ലല്ലോ അത് വാല്യൂ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് വൺ കോപ്പി റൈറ്റ് ആണ്. കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ലിറ്റററി വർക്കുകളൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റിനെയാണ് നമ്മൾ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ കോപ്പി റൈറ്റ് പർച്ചേസ് ചെയ്തതിന്റെ അഗ്രിമെന്റ് ഉണ്ടാവും. ആ അഗ്രിമെന്റ് ആണ് ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത്. അവിടെ ഉറപ്പുവരുത്തേണ്ട കാര്യം കറക്റ്റ് ടൈമിൽ എമൗണ്ട് പേയ്മെന്റ് നടത്തിയിട്ടില്ലേ, അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ലേ എന്നുള്ളതൊക്കെ ഓഡിറ്റർ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ പറയുന്നത് ഈ കോപ്പി റൈറ്റിന്റെ ലീഗൽ ലൈഫ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓഡിറ്റർ അസർട്ടൈൻ ചെയ്യണം. എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ അതിന്റെ അൺഎക്സ്പയർഡ് ലീഗൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലേ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടതാണ്. സോ കോപ്പി റൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ലിറ്റററി വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റിനെയാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പി റൈറ്റ് പർച്ചേസ് ചെയ്തതിന്റെ അഗ്രിമെന്റ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കറക്റ്റ് എമൗണ്ട് കൊടുത്തിട്ടില്ലേ, അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലേ എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്യാം. പിന്നെ കോപ്പി റൈറ്റിന്റെ ലീഗൽ ലൈഫ് എത്രത്തോളം ഉണ്ട്, അത് ബാലൻസ് ഷീറ്റിൽ അൺഎക്സ്പയർഡ് ലീഗൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലേ എന്നുള്ളതും വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ് വൺ ട്രേഡ് മാർക്കാണ്. ട്രേഡ് മാർക്കിൽ അത് ഏകദേശം പാറ്റന്റ് പോലെ തന്നെയാണ് ട്രേഡ് മാർക്ക് ഉള്ളത്. ഓഡിറ്റർ അവിടെ ഇപ്പോൾ ട്രേഡ് മാർക്കൊക്കെ അനുവദിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് വെരിഫൈ ചെയ്യാം. അതുപോലെ ഒരു ട്രേഡ് മാർക്ക് കിട്ടാനായിട്ട് നമ്മൾ എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു, അതൊക്കെ വെരിഫൈ ചെയ്യണം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രേഡ് മാർക്സിന് നമ്മൾ പർച്ചേസ് ചെയ്ത ട്രേഡ് മാർക്കറ്റിന് കമേഴ്ഷ്യൽ വാല്യൂ ഉള്ളത് തന്നെയല്ലേ, ബാലൻസ് ഷീറ്റിൽ അത് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ, ഇതൊക്കെ അവിടെ എക്സാമിൻ ചെയ്യേണ്ടതാണ്. He should also see that proper distinction is made between capital and revenue expenditure. പിന്നെ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിൽ ശരിക്കും ഉള്ള ഡിസ്റ്റിങ്ഷൻ നടത്തിയിട്ടില്ലേ, ട്രേഡ് മാർക്ക് അക്വയർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസും ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും റിന്യൂവൽ ചാർജസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓൾ റിസർച്ച് എക്സ്പെൻസസ് ഇതുമായിട്ട് ട്രേഡ് മാർക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ റിസർച്ച് എക്സ്പെൻസസും ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതാണ്. ട്രേഡ് മാർക്കിന്റെ കേസിൽ ട്രേഡ് മാർക്ക് പാറ്റന്റിന്റെ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. അതിന് ട്രേഡ് മാർക്ക് അലൗ ചെയ്തുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുപോലെ ട്രേഡ് മാർക്ക് കിട്ടാനായിട്ട് കൊടുത്ത എമൗണ്ട് ഒക്കെ എക്സാമിൻ ചെയ്യണം. ട്രേഡ് മാർക്കറ്റിന് കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ നോക്കണം. എല്ലാ ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിൽ ഡിസ്റ്റിങ്ഷൻ നടത്തിയിട്ടില്ലേ, എല്ലാ എക്സ്പെൻസസും ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ലേ, എന്തെങ്കിലും റിന്യൂവൽ ചാർജസ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റിസർച്ച് എക്സ്പെൻസും ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് ഇൻടാൻജിബിൾ അസറ്റിൻ്റെ കേസിൽ പറയുന്നത്. അപ്പോൾ ഇൻടാൻജിബിൾ അസറ്റിൽ ഗുഡ് വിൽ, പാറ്റൻസ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഇത്രയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ്. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ക്ലയൻറ്റ് ഓൺ പെർമനൻറ്റ് ബേസിസ്. അപ്പോൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് പെർമനൻ്റ് ആയിട്ട് കൈവശം വെക്കുന്ന പ്രോപ്പർട്ടീസിനെയാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ അതിൽ വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതുപോലെ പ്രെമിസസ്, ഇതൊക്കെയാണ് സാധാരണ ഫ്രീ ഹോൾഡ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യുമ്പോഴോ അവിടെ അതിൻ്റെ ഓണർഷിപ്പ് തെളിയിക്കുന്ന ടൈറ്റിൽ ഡീഡ്സ് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. മാത്രമല്ല, ഹി ഷുഡ് ഓൾസോ എൻഷുർ ദാറ്റ്
പ്രോപ്പർട്ടീസ് റിയലി, ആ ഒരു പ്രോപ്പർട്ടി, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഏതാണെങ്കിലും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അതിന്റെ പൊസിഷൻ ക്ലയന്റിന്റെ കയ്യിൽ തന്നെയല്ലേ എന്നുള്ളതും ഉറപ്പാക്കേണ്ടതാണ്. ബാലൻസ് ഷീറ്റിൽ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് കാണിക്കണം. അത് കാണിക്കുന്നത് കോസ്റ്റ് പ്രൈസിൽ നിന്നും അതിന്റെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടാണ് കാണിക്കാറുള്ളത്. He should verify any sale of property made during the current year with the sale deeds. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സെയിൽസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സെയിൽസ് ഡീഡ്സുമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബയേഴ്സുമായിട്ടുള്ള കറസ്പോണ്ടൻസ്, ഇതൊക്കെ വെച്ച് ആ ഒരു സെയിൽസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതും ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. He should ascertain the opening balance of leasehold properties from the audited balance sheet of the previous year. പിന്നെ ഓഡിറ്റർ അവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, പ്രീവിയസ് ഇയറിലെ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബാലൻസ് ഷീറ്റുമായി കമ്പയർ ചെയ്ത് ഓപ്പണിംഗ് ബാലൻസ് ചെക്ക് ചെയ്യണം. എനി പർച്ചേസ് ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്സ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ. ഇനി ഈ വർഷത്തിൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ലാൻഡ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടൈറ്റിൽ ഡീഡ്സും കോസ്റ്റ് റെക്കോർഡ്സും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് അതും വെരിഫൈ ചെയ്യേണ്ടതാണ്. The auditor should see that the proper amount of depreciation has been provided on building according to accepted methods. ഓഡിറ്റർ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിയായ രീതിയിലുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ റീവാല്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തിന്റെ ബേസിസിലാണ് റീവാലുവേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, എല്ലാ ലീഗൽ പ്രൊവിഷൻസും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. സപ്പോസ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി മോർഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മോർഗേജ് സർട്ടിഫിക്കറ്റും ഓഡിറ്റർക്ക് കിട്ടിയിരിക്കണം. അതിന്റെ ടൈറ്റിൽ ഡീഡ്സിന്റെ പൊസഷൻ ആരുടെ കയ്യിലാണ്, എത്ര എമൗണ്ട് ഓഫ് ലോൺ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഇതൊക്കെ അറിയാനായിട്ടാണ്. പ്രോപ്പർട്ടി റെന്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ആ റെന്റിന്റെ റെസീപ്റ്റ് എക്സാമിൻ ചെയ്യുക. ഇഫ് ദ ടൈറ്റിൽ ഡീഡ്സ് ആർ ഇൻ പൊസഷൻ ഓഫ് ദ ബാങ്കർ, ചിലപ്പോൾ സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ടൈറ്റിൽ ഡീഡ്സ് ഒക്കെ നമ്മൾ ബാങ്കിൽ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും കിട്ടേണ്ടതാണ്. അപ്പോൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസിന്റെ കേസിൽ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ബേസിസിൽ നമ്മളുടെ ബിസിനസ് ഓൺ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുക. അതിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്രെമിസസ് ഒക്കെ അതിൽ വരുന്നതാണ്. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിൽ ഡീഡ് അതുപോലെ ഓണർഷിപ്പ് ഒക്കെ അതിൽ ചെക്ക് ചെയ്യണം. പിന്നെ പറയുന്നത് ആ ഒരു പ്രോപ്പർട്ടി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിന്റെ പൊസഷൻ ക്ലയന്റിന്റെ കയ്യിൽ തന്നെയാണോ എന്നുള്ളത് ഉറപ്പാക്കണം. ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കുന്നത് കോസ്റ്റ് പ്രൈസിൽ നിന്നും ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടാണ് അത് കാണിക്കുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ സെയിൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സെയിൽസ് ഡീഡ്സും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബയേഴ്സുമായിട്ട് നടത്തിയിട്ടുള്ള കറസ്പോണ്ടൻസ് ഒക്കെ വെച്ച് അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. പ്രീവിയസ് ഇയറിലെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഓപ്പണിംഗ് ബാലൻസ് അസർട്ടൈൻ ചെയ്യണം. പുതിയതായിട്ട് എന്തെങ്കിലും ലാൻഡോ ബിൽഡിംഗ് ഒക്കെ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വർഷം എന്തെങ്കിലും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടൈറ്റിൽ ഡീഡ്സും കോസ്റ്റ് റെക്കോർഡ്സും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് അതും നമ്മൾ ഓഡിറ്റർ അസർട്ടൈൻ ചെയ്യണം. മാത്രമല്ല അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരിയായ രീതിയിലുള്ള ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിൽ റീവാലുവേഷൻ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ത് ബേസിസിലാണ് റീവാലുവേഷൻ കണ്ടക്ട് ചെയ്തത്, എല്ലാ ലീഗൽ പ്രൊവിഷൻസും ഫോളോ ചെയ്തിട്ടില്ലേ, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി മോർഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, ദെൻ എത്ര എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പ്രോപ്പർട്ടി റെന്റ് ഔട്ട് കൊടുത്തതാണെങ്കിൽ അവരുടെ റെസിപ്റ്റ് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്കിന്റെ കയ്യിൽ സേഫ് കസ്റ്റഡിക്ക് വേണ്ടി കൊടുത്തതാണെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യുന്നത്. ഇനി ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ്. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇപ്പൊ ലീസിനൊക്കെ എടുക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെയാണ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസിൽ വരിക. ഒരു ഫിക്സഡ് പീരീഡിലേക്കാണ് അത് ലീസിന് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ലെസറിന്റെ കയ്യിലാണ്. ലീസ് റെന്റൽസ് ആണ് ക്ലയന്റ് അവിടെ ലീസ് റെന്റ് ആയിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓണർഷിപ്പ് ലെസറിന് തന്നെയായിരിക്കും. ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യേണ്ടത് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് അതിനൊക്കെ ലീസ് അഗ്രിമെന്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം.
മാത്രമല്ല ആ ലീസ് എടുക്കാനായിട്ട് നമ്മൾ എത്ര എമൗണ്ട് കൊടുത്തു, എത്ര ലീഗൽ എക്സ്പെൻസ് വന്നു, ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എത്രത്തോളം വന്നു, അതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ, അമോർട്ടൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അമോർട്ടൈസ് ചെയ്യുക മീൻസ് ഓരോ ഘട്ടങ്ങളായിട്ട് കൊടുത്തു തീർക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഇയറിൽ അതൊക്കെ ഘട്ടഘട്ടമായിട്ടാണോ കൊടുക്കുന്നത്, ഇതൊക്കെ ഇവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ബാലൻസ് എമൗണ്ട്, ഇപ്പോൾ അമോർട്ടൈസേഷൻ ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ ലീസിന് എടുക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ അതിൽ വരും. അപ്പോൾ അതൊരു ഫിക്സഡ് പീരീഡിലേക്കാണ് എടുക്കുക. അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ലെസ്സർക്കായിരിക്കും, ക്ലയൻറ്റ് കൊടുക്കുന്നത് അതിൻ്റെ റെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസിന് അതിൻ്റെതായ ലീസ് അഗ്രിമെൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ അത് അക്വയർ ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര ലീഗൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, എല്ലാം അതിന് വന്നിട്ടുള്ള ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ഒക്കെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ, അതോ അമോർട്ടൈസ് ചെയ്യുന്നത് ഈക്വലായിട്ട് ബാക്കിയുള്ള വർഷങ്ങളിലേക്കാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് വൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ പറയുകയാണെങ്കിൽ the auditor should verify the opening balance of plant and machinery with figures in the audited balance sheet. അപ്പോൾ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് നോക്കുന്നത് പ്രീവിയസ് ഇയറിലെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. ഈ വർഷത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും പ്ലാന്റ് ആൻഡ് മെഷീനറീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പർച്ചേസ് ഇൻവോയ്സും പ്ലാന്റ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള എൻട്രീസ്, ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വെച്ച് അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറീസ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുണ്ട്. സാധാരണ കോസ്റ്റിൽ നിന്ന് അതിൻ്റെ ഡിപ്രീസിയേഷനും കൂടെ ലെസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അവിടെ വെരിഫൈ ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്രോപ്രിയേറ്റ് റേറ്റിൽ തന്നെയല്ലേ, ഓരോ ടൈപ്പ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഓരോ തരത്തിലല്ലേ എന്നുള്ളതൊക്കെ ഉറപ്പാക്കണം. പിന്നെ അവിടെ ചെക്ക് ചെയ്യേണ്ടത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. അത് പീരിയോഡിക്കലി ബുക്സ് ഓഫ് റെക്കോർഡ്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യണം. നമ്മൾ പ്ലാന്റ് രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ആ രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യുക, എന്നിട്ട് നോക്കണം എത്രത്തോളം ഡിപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട്, അത് ആഡ്വക്കേറ്റ് ആണോ, മെഷീൻ്റെ വർക്കിംഗ് ലൈഫ് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കണം. മാത്രമല്ല ഓരോ മെഷീൻ്റെയും പ്ലാന്റ് രജിസ്റ്ററിൽ നിന്നുള്ള ഓരോ മെഷീൻ്റെയും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അത് വർക്ക്സ് മാനേജർ അത് സർട്ടിഫൈ ചെയ്തിരിക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറി സ്ക്രാപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നശിച്ചു പോവുകയോ സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റർ അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് ശരിയായ രീതിയിലാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും വെരിഫൈ ചെയ്യണം. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിലെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ അത് വെരിഫൈ ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഓഡിറ്റർക്ക്. പ്ലാന്റ് ആൻഡ് മെഷീനറി പുതിയതായിട്ട് നമ്മൾ ഈ വർഷത്തിൽ കറൻറ്റ് ഇയറിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ്, പ്ലാന്റ് രജിസ്റ്ററിലുള്ള എൻട്രി, ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് അത് നമ്മൾ വെരിഫൈ ചെയ്യും. പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ ബാലൻസ് ഷീറ്റിൽ സാധാരണ കാണിക്കാറുണ്ട്. സാധാരണ കാണിക്കുന്നത് കോസ്റ്റിൽ നിന്നും അതിൻ്റെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടാണ്. സോ പിന്നെ ശ്രദ്ധിക്കുന്നത് ഈ കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ കറക്റ്റായിട്ട് തന്നെ ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് ആഡ്വക്കേറ്റ് ആണോ എന്നുള്ളതും കൂടെ എക്സാമിൻ ചെയ്യണം. പീരീഡ്സ് ഓഫ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ അത് പീരിയോഡിക്കലി ചെയ്യുന്നില്ലേ എന്നുള്ളതൊക്കെ നോക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്ലാന്റ് ആൻഡ് രജിസ്റ്ററിൽ നിന്നും ഓരോ മെഷീൻ്റെയും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അത് വർക്ക്സ് മാനേജർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് ആൻഡ് മെഷീനറി എന്താ പറയുക അത് ഡിസ്ട്രോയ് ചെയ്യാൻ നശിച്ചു പോയിട്ടുണ്ടാവേ, അല്ലെങ്കിൽ സെയിൽ ചെയ്യേ, അല്ലെങ്കിൽ അതൊരു ഒന്നിനും ഉപയോഗശൂന്യം അല്ലാണ്ടായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലേ എന്നുള്ളതും നോക്കണം. നെക്സ്റ്റ് വൺ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ് ആണ്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സിൽ വെരിഫൈ ചെയ്യേണ്ടത് ഓരോ ഐറ്റം ഫർണിച്ചറും ഫിക്സ്റ്റേഴ്സ്, ഓഫീസ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ, ഒരു ക്ലയൻറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫർണിച്ചേഴ്സും ഫിറ്റിങ്സും ഓഫീസ് എക്യുപ്മെൻറ്റ്സും ഒക്കെ അത് ബാലൻസ് ഷീറ്റ്, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ, ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിലും ഇപ്പോഴത്തെ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ ആയിട്ട് അത് വെരിഫൈ ചെയ്യണം.
പർച്ചേസ് ഡോക്യുമെന്റ്സ്, സപ്ലയേഴ്സ് ഇൻവോയ്സ് ഒക്കെ വെച്ചിട്ടാണ് അത് വെരിഫൈ ചെയ്യുന്നത്. മാത്രമല്ല കറക്റ്റ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഈ ഫർണിച്ചേഴ്സിനും ഫിക്സ്റ്റേഴ്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ടോ, ശരിയായ രീതിയിൽ ശരിയായ മെത്തേഡ്സ് ഫോളോ ചെയ്തിട്ടല്ലേ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ അവിടെ നടക്കുന്നത് ഈ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സിന്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ മാനേജ്മെന്റ് അത് പീരിയോഡിക്കലി കണ്ടക്ട് ചെയ്യേണ്ടതാണ്. ഓഡിറ്റർ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു ചെറിയൊരു ഫർണിച്ചറെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സ്റ്റോക്ക് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ആൻഡ് നമ്പേർഡ് ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് പിൽഫറേജ്. മാത്രമല്ല ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് റെക്കോർഡ് ചെയ്യാന്ന് മാത്രമല്ല, അതിന് നമ്മൾ നമ്പറിങ് ചെയ്യും കൂടെ വേണം. അങ്ങനെ നമ്പറിങ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പിൽഫറേജ് ഇല്ലാതിരിക്കാൻ, മീൻസ് മോഷണം ഇല്ലാതിരിക്കാനായിട്ടാണ്. അതുപോലെ പഴയ അൺയൂസ്ഡ് ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യുക, അത് അങ്ങനെ അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. സോ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ഓഫീസർ അത് ഓതറൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യുന്നതിൻ്റെ എൻട്രി അത് പാസ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അതും പാസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മാനേജ്മെന്റിനോട് ഒരു ഇൻവെന്ററി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മൾ സ്റ്റോക്ക് രജിസ്റ്ററുമായിട്ട് അത് റീകൺസൈൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ഫർണിച്ചർ, ഫിറ്റിംഗ്സ്, ഓഫീസ് എക്യുപ്മെന്റ്സ്, ഇതൊക്കെ ക്ലയന്റ് ഓർഗനൈസേഷനിലെ ഓരോ ഐറ്റംസും നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് വെരിഫൈ ചെയ്യണം. അതിന്റെ പർച്ചേസ് ഡോക്യുമെന്റ്സ്, സപ്ലൈസ് ഇൻവോയ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ശരിയായ രീതിയിലുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ എന്നുള്ളത് നോക്കണം. ദെൻ അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യും. അത് പീരിയോഡിക്കലി മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നില്ല എന്നുള്ളത് നോക്കണം. ഒരു എന്തെങ്കിലും ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് രജിസ്റ്ററിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അത് നമ്പറിങ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അവോയ്ഡ് പിൽഫറേജ്. അത് നമ്മൾ മോഷണമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് അതിനെ നമ്പറിങ് ചെയ്യണം എന്ന് പറയുന്നത്. പഴയ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഫർണിച്ചറൊക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിൽക്കും. അപ്പോൾ അങ്ങനെ സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല മാനേജ്മെന്റിനോട് ഒരു ഇൻവെന്ററി പ്രിപ്പയർ ചെയ്യാനും അത് സ്റ്റോക്ക് രജിസ്റ്ററുമായിട്ട് റീകൺസൈൽ ചെയ്യാനും ആവശ്യപ്പെടാറുണ്ട്. നെക്സ്റ്റ് വൺ മോട്ടോർ വെഹിക്കിൾസ് ആണ്. മോട്ടോർ വെഹിക്കിൾസിൽ പറയുന്നത് ദ ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ എ ലിസ്റ്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. ഇപ്പോൾ നമ്മൾ ക്ലയന്റ് ഓർഗനൈസേഷൻ ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മോട്ടോർ വെഹിക്കിൾസ്, അത് ഏത് ടൈപ്പ് വെഹിക്കിൾസ് ആണ്, അതിന്റെ രജിസ്ട്രേഷൻ നമ്പേഴ്സ്, ഏത് ഇയറിലാണ് അത് പർച്ചേസ് ചെയ്തത്, എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അവിടെ ഓഡിറ്റർക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിലെ ഫിഗേഴ്സൊക്കെ ചെക്ക് ചെയ്യുക. അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. മോട്ടോർ വെഹിക്കിൾസ് നമ്മൾ ഈ വർഷത്തിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സും ഡീലേഴ്സ് ഇൻവോയ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ വെച്ച് വെരിഫൈ ചെയ്യണം. മോട്ടോർ വെഹിക്കിൾസ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതാണ്. അത് കാണിക്കുന്നത് അതിൻ്റെ കോസ്റ്റിൽ നിന്നും അതിൻ്റെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കാറുള്ളത്. ഓഡിറ്റർ ഡിപ്രീസിയേഷൻ ഓരോ വെഹിക്കിൾസിനും ഓരോ വർഷത്തിലും കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ ലിസ്റ്റ്, ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിൻ്റെ ലിസ്റ്റും ഇവിടെ വെരിഫൈ ചെയ്യാറുണ്ട് ഓഡിറ്റർ. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസിന്റെ കേസിൽ ഇത്രയാണ് പറയുന്നത്. മോട്ടോർ വെഹിക്കിൾസിന്റെ ലിസ്റ്റ് ഓഡിറ്റർക്ക് കിട്ടണം. ഏത് ടൈപ്പ് വെഹിക്കിൾസ് ആണ്, അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ഏത് ഇയറിലാണ് പർച്ചേസ് ചെയ്തത്, എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഇത് ഓപ്പണിംഗ് ബാലൻസുമായിട്ട് വെരിഫൈ ചെയ്യും. പുതിയതായിട്ട് ഈ വർഷത്തിൽ എന്തെങ്കിലും വെഹിക്കിൾസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അതിൻ്റെ ഇൻവോയ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ച് അത് വെരിഫൈ ചെയ്യും. പിന്നെ ഇത് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടാണ് കാണിക്കാറുള്ളത്. ഇപ്പോൾ ഓരോന്നിനും കൊടുക്കുന്ന ഡിപ്രീസിയേഷനൊക്കെ അഡിക്വേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എല്ലാ വെഹിക്കിൾസും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അത് ബിസിനസ് പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത് തന്നെയാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ അതിൽ
ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഷെയർസ്, ഡിബെഞ്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡിയറീസ് ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ്. ഓഡിറ്ററിന് അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ക്ലയൻറ്റ് ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടണം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് പ്രീവിയസ് ഇയറിലെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റുമായിട്ട് അതിലെ ഫിഗേഴ്സുമായിട്ട് എന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ വെരിഫൈ ചെയ്യാറുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള എൻട്രീസ് നോക്കിയിട്ടാണ് അത് വെരിഫൈ ചെയ്യുന്നത്. പിന്നെ അത് പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഓഡിറ്റർ അവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. അപ്പോൾ അതിൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ് അത് പർച്ചേസ് ചെയ്യാൻ വന്ന കോസ്റ്റ്, അതിൻ്റെ ബ്രോക്കറേജ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതൊക്കെ അതിൽ കോസ്റ്റിൽ വരുന്നതാണ്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രോഫിറ്റോ, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റോ ലോസ് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അതും അവിടെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ശരിയായ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ, ബാലൻസ് ഷീറ്റിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി സപ്പോസ് എന്തെങ്കിലും സെക്യൂരിറ്റീസ് ട്രസ്റ്റീസിൻ്റെ കയ്യിലാണെങ്കിൽ കൺസേണിന് വേണ്ടിയിട്ട് ട്രസ്റ്റീസാണ് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ടത് ട്രസ്റ്റ് ഡീഡാണ്. ബാങ്കിൻ്റെ കയ്യിൽ സേഫ് കസ്റ്റഡിക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ ബാങ്കറിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതായത് എത്രത്തോളം നമ്പർ സെക്യൂരിറ്റീസ് അവരുടെ ബാങ്കിൻ്റെ കയ്യിലുണ്ട്, അതിൽ എന്തെങ്കിലും ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ കാണിക്കുന്നത്. ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് ദ ഓഡിറ്റർ ഷുഡ് പേഴ്സണലി ഇൻസ്പെക്ട് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. മാത്രമല്ല ഓഡിറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് പേഴ്സണലി ഇൻസ്പെക്ട് ചെയ്യാനും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് കാണുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡിയറി കമ്പനി ഒക്കെയാണ് ഇതിൽ വരുന്നത്. അവിടെ ഓഡിറ്റർക്ക് അവർ നടത്തിയിട്ടുള്ള ക്ലയൻറ്റ് ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടണം. അതോ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, പ്രീവിയസ് ഇയറിലെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിലെ ഫിഗേഴ്സുമായിട്ട് പുതിയതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അത് വെരിഫൈ ചെയ്ത് നോക്കും. അതിൻ്റെ പർച്ചേസിയോ സെയിലോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്ററും വെച്ചിട്ടൊക്കെ അത് വെരിഫൈ ചെയ്യാറുണ്ട്. ദെൻ അതിൽ ഓഡിറ്റർ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കോസ്റ്റ് ഓഫ് പർച്ചേസ്, ബ്രോക്കറേജ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ വരും. അതുപോലെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റോ ലോസോ ഒക്കെ വെരിഫൈ ചെയ്യും. അതൊക്കെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ, ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുണ്ടോ, കൺസേണിന് വേണ്ടിയിട്ട് എല്ലാ ചിലപ്പോൾ അത് ട്രസ്റ്റീസ് ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ട്രസ്റ്റ് ഡീഡ് നോക്കണം. ഇനി ബാങ്കിൻ്റെ കയ്യിൽ സേഫ് കസ്റ്റഡിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അതിൻ്റെ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് അതും എന്തെങ്കിലും ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. മാത്രമല്ല ഓഡിറ്ററിനോട് അത് പേഴ്സണലി ഇൻസ്പെക്ട് ചെയ്യാനായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ലൂസ് ടൂൾസ്, പാറ്റേൺസ് എക്സെട്ര. ലൂസ് ടൂൾസ്, പാറ്റേൺസ് പോലെയുള്ള അസറ്റ്സുകൾക്ക് ഷോർട്ട് യൂസ്ഫുൾ ലൈഫേ ഉള്ളൂ. മാത്രമല്ല അതിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ഇതിന് സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതേസമയം അവിടെ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത് പിൽഫറേജ് ആണ്. പിൽഫറേജ് മീൻസ് മോഷണം നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. ഇവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യുന്നത് ലിസ്റ്റ് ഓഫ് ലൂസ് ടൂൾസ് ആണ്. മാത്രമല്ല ഈ ലിസ്റ്റ് ഓഫ് ലൂസ് ടൂൾസ് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ഓഫീസർ സൈൻ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതും കൂടി, സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണോ എന്നും കൂടി അവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഒരു നല്ലൊരു ഡിപ്രീസിയേഷൻ സിസ്റ്റം അവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യുന്ന മറ്റൊരു കാര്യം. ഇനി നെക്സ്റ്റ് ഇൻവെൻട്രീസ് ആണ്. ഇൻവെൻട്രീസ് നമുക്കറിയാം, ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, സ്പെയർ പാർട്സ്, പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെയാണ് സാധാരണ അതിൽ വരാറുള്ളത്.
അതിൽ ഓഡിറ്റർ സാധാരണ അവിടെ വെരിഫൈ ചെയ്യുന്നത് സ്റ്റോക്ക് റെക്കോർഡ്സ് ആണ്. അപ്പോൾ അതിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളത് അത് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്സിൽ വരുന്ന ഇഷ്യൂസ് ആൻഡ് ബാലൻസ്, ഇഷ്യൂ നോട്ട്സ്, ബിൻ കാർഡ്സ്, ഇതൊക്കെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ അവിടെ വെരിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഈ സ്റ്റോക്ക് മിസ്അപ്രോപ്രിയേഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മിസ്അപ്രോപ്രിയേഷൻ ഒന്നും ഇല്ല എന്നുള്ളതും കൂടെ ഇവിടെ വെരിഫൈ ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നത് സ്റ്റോക്ക് റെക്കോർഡ്സിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്തിട്ടാണ് അത് വെരിഫൈ ചെയ്യുന്നത്. സാധാരണ സ്റ്റോക്സൊക്കെ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് പീരീഡിൽ നടത്തുന്ന സ്റ്റോക്ക് വാല്യൂ ചെയ്യും. അപ്പോൾ അതിൻ്റെ കറക്റ്റ്നെസ്സായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കറക്റ്റ്നെസ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഓഡിറ്റർ സ്റ്റോക്കിൻ്റെ എക്സിസ്റ്റൻസ് മാത്രമല്ല, അതായത് ഇൻ ഹാൻഡ് നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ എക്സിസ്റ്റൻസ് മാത്രമല്ല, അത് വാല്യൂ ചെയ്യുന്നത് ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെയല്ലേ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഇൻ ട്രേഡ് വെരിഫൈ ചെയ്യുമ്പോഴും വാല്യൂ ചെയ്യുമ്പോഴും ഇനി പറയുന്ന പോയിന്റ്സ് ഒരു ഓഡിറ്റർ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റോക്ക് ടേക്കിംഗ് മെത്തേഡ് should be examined so that എന്നാൽ മാത്രമേ നമുക്ക് ഫ്രോഡ്സും എറേഴ്സും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് there should be proper control over the receipt and issue of goods in stock. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സ്റ്റോക്ക് ടേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കുറേ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ലിസ്റ്റ് ഓഡിറ്റർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടെസ്റ്റ് ചെക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്റ്റോക്ക് ഷീറ്റിൻ്റെ ടോട്ടൽസും ബാലൻസും ഒക്കെ തറോ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. സ്റ്റോക്കിലുള്ള ഓരോ ഐറ്റംസും ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് ഐറ്റംസിനെ വാല്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് അതിൻ്റെ വാല്യൂഷൻ ഷീറ്റ്, ഇൻവോയ്സ് ഇതൊക്കെ വെച്ചിട്ടായിരിക്കണം എക്സാമിൻ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സ്റ്റോക്ക് വാല്യൂഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. സ്റ്റോക്ക് വാല്യൂഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള, അതായത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇൻവേർഡ് രജിസ്റ്റർ ആണ്. അത് എക്സാമിൻ ചെയ്യും വേണം. പിന്നെ അവിടെ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, ക്ലോസിംഗ് ഡേറ്റിലോ അതിൽ മുന്നേ ഉള്ള എല്ലാ ഗുഡ്സ് റിസീവ്ഡും ഇൻവേർഡ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ദെൻ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഗുഡ്സ് ഒന്നും സ്റ്റോക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് വൺ പറയുന്നത് സെയിലബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലും ഗുഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകിൽ റൈറ്റ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടാവുന്ന ലോസിന് ഉള്ള പ്രൊവിഷൻസ് കണ്ടിട്ടുണ്ടാവണം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പർച്ചേസ് ചെയ്ത ഗുഡ്സ് പർച്ചേസ്ഡ് ബട്ട് നോട്ട് യെറ്റ് ഡെലിവേർഡ്. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ അത് ഡെലിവറി കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഐറ്റംസ് സ്റ്റോക്ക് ഷീറ്റിലുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഗുഡ്സ് സെൻറ്റ് ഓൺ അപ്രൂവൽ ബേസിസ്. അത് പക്ഷെ അതേസമയം ഈ അപ്രൂവൽ നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. സോ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മളുടെ സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് സ്റ്റോക്ക് ടേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.